ഫ്ലാഷ് ബാക്ക്. ഹരിയാന വോട്ടുകൊള്ള ആരോപണത്തിന് പിന്നാലെ പോരിനുറച്ച് രാഹുൽ ഗാന്ധി. ബീഹാറിലും വോട്ടുകൊള്ള നടക്കുന്നുവെന്ന് ആരോപിച്ചു. ഇനിയും തെളിവുകൾ പുറത്തുവിടുമെന്ന് മുന്നറിയിപ്പ്. തകർന്നടിയുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ്. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 4 സീറ്റിലാണ് ഒതുങ്ങേണ്ടി വന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ബിജെപിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിന് അക്ഷരാർത്ഥത്തിൽ വോട്ട് കോരിയാണ് അവിടെ NDA സഖ്യം മറുപടി നൽകിയതെന്ന് പറയേണ്ടി വരും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. എടാ നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല ചത്തു. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ബീഹാറിൽ ജയിച്ചത് NDA അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഒരൊലക്ക കിട്ടുമോ? ഒലിക്കോ? ഇലക്ഷൻ കമ്മീഷന്റെ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായ സംഭവത്തിന്റെ ഒരു അതേ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്ത് നടന്നുവെന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമായി ജനങ്ങളോട് സൂചിപ്പിച്ചതാണ്. അതിന്റെ റെപ്പറ്റീഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അവ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്നുണ്ടാക്കിയ ഒരു അട്ടിമറിയാണ്. ഏതായാലും എന്ത് വേണമെന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി അവരുടെ മോഡി ഷാ ഭരണത്തിന്റെ കീഴിൽ ഒരു നിഷ്പക്ഷ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ള ഇതിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ബീഹാറിൽ നടന്നത്. മഹാരാഷ്ട്രയിൽ ഇത് നടന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഹരിയാനയിൽ നടന്നപ്പോൾ പറഞ്ഞു, പരാതികൾ കൊടുത്തു, ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. വീണ്ടും ഇപ്പോൾ ബീഹാറിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു. എന്ത് വേണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട സാഹചര്യമാണ്.